പൈസ നമുക്ക് അടുത്ത മാസം എടുക്കാം. ഓക്കെ. എടോ അറിയാത്തോണ്ട് ചോദിക്കാം, എന്താ നിങ്ങളെ വിചാരം? എന്തേ? എടോ ചങ്ങായിമാരെ, ഇത് കല്യാണത്തിന് പോവല്ല, പെണ്ണിനെ കാണാൻ പോവാ. നിങ്ങളെ ചായ കുടി നമ്മൾ മുടക്കൂല, എന്നാ പോരെ. എന്റെ ചായ കുടി അല്ല, എന്റെ ചോറ് കുറേ മുടക്കിയുണ്ട്. അതറിയ ഒരു വണ്ടി കാണുമ്പോൾ വണ്ടി അങ്ങോട്ട് കയറിക്കോളും. പിന്നെ അന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണം നടത്തി കൊടുക്കണ മാതിരി തന്നെ അത് മുടക്കാൻ എനിക്ക് നല്ലോണം അറിയാം. വെറുതെ എന്നെ ചടപ്പിക്കാറ്. അതുകൊണ്ട് കാക്കാന്റെ കുട്ടിയൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ പുറത്ത് കയറുന്നു. എന്റെ കല്യാണം കഴിയുന്നത് വരെ എന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും. ഈ ബാക്ക് കയറിയാൽ മതി. നിങ്ങൾ എവിടെ വേണ്ടിയിരുന്നു? എന്റെ കല്യാണം നടന്നു. എന്റെ കല്യാണം നടത്തി തന്നത് ഞാനാണോ? അല്ല, എന്റെ കല്യാണം ഞാൻ തന്നെ കണ്ടുപിടിച്ച് നടത്തിയാണ്. ആവോ, സമാധാനേ. കുട്ടി ഏത് കോളേജിലാണ് പഠിക്കണേ? ഓൾ MES BSc സെക്കൻഡ് ഇയറാ. പണ്ടത്തെ പോലെയല്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കണം നിർബന്ധം. നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കണം? ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മജീദ് എടുത്തോളും. പേര് ഫാത്തിമ നസ്രിൻ. നിങ്ങളുടെ പേര്? മജീദ് റഹ്മാൻ. കുടിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ജോലിക്കോ പഠിക്കാനോ പോകണമെന്നും പറ്റുന്ന വരില്ല. അതൊക്കെ നെക്കും കൂടെ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ പോരെ? ആ മതി, അതാണല്ലോ കറക്റ്റ്. ഏതൊരു പഠിച്ച്? പഠിത്തം കഴിഞ്ഞിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞപ്പോൾ നിർത്തി. വീട്ടിലെ ഒറ്റ മോനാണേ. അതുകൊണ്ട് പഠിത്തം നിർത്തണോ? അല്ല, അതുകൊണ്ടല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നിർത്തേണ്ടി വന്നാ. നിങ്ങൾ +2 ജയിച്ചിട്ട് നിർത്തിയതാ? ജയിച്ചിട്ടല്ല, തോറ്റുകൊണ്ടാ നിർത്തിയത്. മജീദ് റഹ്മാൻ. സോറി.